ഹായ് ഫ്രണ്ട്സ്, കുട്ടാട ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടൊക്കെ ഒന്ന് നോക്കാനായിട്ട് പോവുകയാണ്. ഇന്നലെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, വൈകിട്ട് വലിയ മഴയില്ലായിരുന്നു. ഇന്നും രാവിലെ മഴയായിരുന്നു. അപ്പം മഴയുടെ കാരണം നമ്മുടെ വള്ളത്തിലൊക്കെ വെള്ളമാണ്. അപ്പം അതെല്ലാം നമ്മൾ കോരി കളഞ്ഞിട്ട് പയ്യെ നമുക്ക് കൂട് നോക്കാൻ പോകും. പിന്നെ നമുക്കിവിടെ വെള്ളത്തിൻ്റെ വിഷയമൊന്നും ഇതുമായിട്ടും ആയിട്ടില്ല. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? അവിടെ വെള്ളത്തിൻ്റെ വിഷയമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് പയ്യെ പോയി കൂട് നോക്കാം. ഉണ്ട് വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ, നമുക്ക് അത് നോക്കി നോക്കാം. വെള്ള പ്രശ്നമൊന്നുമില്ല. അടുത്ത കൂട് ലക്ഷ്യമാക്കി നമ്മൾ പോവാണ്. ആ കാണുന്ന കൂടാ, അതൊന്നും ഉള്ള ലക്ഷം കാണുന്നില്ല. അല്ലെങ്കിൽ ചവറൊക്കെ മാറി പറഞ്ഞേനെ. നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ഭയങ്കര ഇതായിപ്പോയി അല്ലേ. ും ഒന്നുമില്ല. അടുത്ത വീട് അതിനകത്തും ഉള്ള ലക്ഷമൊന്നും കാണുന്നില്ല. മറ്റേ സാധനം കണ്ണുകൊട്ട. നമ്മളെ പട്ടിയാ വള്ളത്തെ കയറാൻ പറഞ്ഞിട്ട് അവൻ കയറുന്നില്ല. നീന്തി വരും നമ്മളെ പുറകെ. വള്ളത്തേല് അവൻ കയറിയിട്ടില്ലാത്ത കാരണം. അടുത്ത കൂടുതൽ അതിനകത്ത് നമ്മുടെ പ്രശ്നമില്ല. കാണാം അവിടെ അതായത് ഇതിനകത്ത് കാര്യമുണ്ട്. വിൽക്കാൻ കാര്യമുണ്ട്. മരണമാണോ ഒരു കാര്യം പയ്യെ ഓടിയിട്ടുണ്ട്. വയറ്റും കൂടെ മഴ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പണി നടന്നേനെ നമുക്ക്. ഒരു കാര്യം നമുക്ക് കിട്ടി. വയറ്റുകൂടെ മഴ പെയ്താനൊക്കെ കാര്യം കിട്ടിയാനെ.
കണ്ടോ നമ്മുടെ കൂടെ വന്ന സാധനമാണ്. അവൻ കയറി ഇരിക്കുന്നുണ്ടോ? എന്താ പറയുക, അടുത്ത ഇതിനകത്ത് നമ്മുടെ ചവറൊക്കെ മാറി കിടക്കുക. എന്തോ സംഭവം നടന്നിട്ടുണ്ട്. കവർ മാറിക്കിടന്നപ്പോഴേ എനിക്ക് എന്തോ സംഭവം നടക്കുന്നത്. വലിയ വലുതൊന്നുമല്ല. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും ചത്തുപോകും. കൂടൊക്കെ നോക്കിയിട്ടേ പെട്ടെന്ന് ചത്തുപോയി സാധനം. കൂടിനകത്തിട്ടിടാം. ഇല്ലേ അവൻ ചാടിച്ചാടി നമ്മുടെ ചാക്കിനകത്തിട്ടിടാം. അല്ലെ അവൻ ചാടിച്ചാടി അല്ലേ. അപ്പം നമ്മൾ അടുത്ത കൂട് ലക്ഷ്യമാക്കി പോവാണ്. എന്നാണ് നമ്മുടെ വയനാട്ടിൽ നടന്ന ഭയങ്കര ഒരു ദുരന്തമായിരിക്കും അല്ലേ. എത്ര പേരെ പറ്റിയത്. അത് വൈകിട്ട് ഒക്കെ ഉരുള് പൊട്ടിക്കഴിഞ്ഞാൽ അതാണ് സംഭവം. ഇവിടെ വെള്ളം വന്നാൽ നമുക്ക് വെള്ളം വരുന്ന അറിയാം. ഇനിയിപ്പം അവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ചെയ്യാനില്ലേ. അതായത് നമുക്ക് നമ്മുടെ കൂട് നോക്കിയിട്ട് വരാം. കൂട് മുങ്ങി കിടക്കാണല്ലോ. അടുത്ത കൂടാണ്. കാര്യമുണ്ട് കാര്യതേ 2 കാരി. ഇത് കെട്ടിയിട്ടിരിക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴുതാനെന്ന് വെച്ചാലേ കൂടങ്ങ് പോകും. അവൻ വന്ന് നമ്മുടെ ഇതിൻ്റെ കൂടിൻ്റെ വായുടെ അവിടെ തല അങ്ങോട്ട് കയറ്റും. 2 കാരി. ഇവിടെ കിട്ടിയ കാര്യത്തിനെക്കാട്ടിലും വലിയ കാര്യം ഇത്. ഇത്രയും കാര്യമാണ് ഇവിടെ അതിനകത്തുള്ളത് കൂടുതൽ. പട്ട് നമ്മുടെ പുറകെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നു. ചെറുമീനുള്ള കാരണം അത് ഇങ്ങോട്ട് കുറഞ്ഞിടാം അല്ലേ. ആദ്യം നന്നായിട്ട് നോക്കേ ക്ലീനാക്കാം. വൈകിട്ടും കൂടെ മഴ ഉണ്ടായിരുന്നേലേ മീൻ കിട്ടിയാൽ നമുക്ക് ഇവിടെ കിട്ടിയ 2 കാര്യത്തിൽ ഒരു കാര്യമായത്. നമുക്ക് അപ്പുറത്ത് വെള്ളം വലിച്ചിട്ട് പോകണം.
3 വരാല് കണ്ടോ, 3 വരാല്. കാണത്തില്ല. ഇത് അതിലൊരെണ്ണമുണ്ട്. എന്താ അടുത്ത കൂട് ചെറിയ വരാക്കണ്ട. തീരെ ചെറുതാ ഇതല്ല എന്താ ഇതുണ്ടോ കണ്ട പോട്ടെ. നമ്മുടെ അടുത്ത കൂടുതൽ കാര്യം എന്താ ഉണ്ട് മച്ചാമാരെ, കാര്യം എന്താ വരാലായില്ല കണ്ട, വരാൽ ചെറിയ വരാൽ വലിയ വലുതൊന്നും വരാം. അപ്പം കൂട്ടുകാരെ, നമ്മുടെ കൂടെല്ലാം നോക്കി നമുക്കൊരു 5-6 വരാൽ, ഒരു ചേറുമീൻ, അതുപോലെ തന്നെ കാരി എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാം കാണിക്കാം. അപ്പം നമുക്ക് കിട്ടിയ മീനെ ഇപ്പം കാണിച്ചു തരാം. അധികമൊന്നുമില്ല, എന്നാലും കണ്ടോ, ഇതെല്ലാം നമ്മുടെ രോഹു ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ആറ്റിക്കളയാം. ഇതെല്ലാം നമ്മുടെ ഇത് കണ്ടോ, വെള്ളത്തിപ്പാറ്റാന്ന് പറയും ഈ സാധനം. കണ്ടാ കണ്ടാ ഇത് ചെറിയ വരാല, ഇത് നമുക്ക് നമ്മുടെ ഒരു ടാങ്ക് ഉണ്ട്, അതിനകത്തിട്ടിടാം. ഇതിനകത്ത് കിടക്കട്ടെ. അപ്പം നമുക്ക് കിട്ടിയ മീൻ എത്ര കണ്ടാ. വൈകിട്ട് മഴ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കിട്ടിയാനെ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.